ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 4ാമത്തെ ശ്ലോകം നോക്കാം. ബാലാഊചുരനേനേതി തിര്യഗതമുലൂഖലം വികർഷതാമധ്യകേന പുരുഷാവപ്യചക്ഷ്മഹി. ഇപ്പോൾ ആ ഒരു സ്ഥലത്ത് കുറേയേറെ നമുക്കറിയാം ഗോപബാലന്മാരും ഉണ്ട്. ഗോപന്മാർ മാത്രമല്ല. അപ്പോൾ അവരുടെ കാര്യമാണ് ഞാൻ അടുത്ത പറയുന്നത്. അപ്പോൾ ഈ ഗോപന്മാരൊക്കെ ഇങ്ങനെ സംഭ്രമിച്ച് നിൽക്കുമ്പോൾ ബാല ഊജുരനേനേതി, ബാല ആ ഗോപബാലന്മാരൊക്കെ ഊജുഹു അനേന ഇതി, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ഊജുരനേനേതി. ഊജുഹു ആ ഗോപബാലന്മാരൊക്കെ വന്ന് ഇപ്രകാരം പറഞ്ഞെന്താ, അനേന ഇതി. അനേന എന്ന് പറഞ്ഞാൽ ഇവനാൽ, ഈ കൃഷ്ണനുണ്ണിയാൽ ആണ് ഈ ഇതൊക്കെ നടന്നിരിക്കുന്നത്. ഇത് ഇപ്രകാരം എന്ന് വന്നു പറഞ്ഞു. തിര്യഗതമുലൂഖലം, ഇനി അവർ കണ്ട കാഴ്ചയെ ഒന്ന് വിശദീകരിക്കുകയാണ്. തിര്യഗതമുലൂഖലം ഇവിടെ പറയുകയാണ്. തിര്യഗതം, തിര്യക്ക് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലായിട്ട്, അതിങ്ങനെ വിലങ്ങനെയായിട്ട്, ഉരല് വിലങ്ങനെയായിട്ട്. തിര്യഗതം ഉലൂഖലം, ഉലൂഖലം ഉരല്. ആ ഉരലിനെ ഇങ്ങനെ വിലങ്ങനെയാക്കിക്കൊണ്ട് ഗതം പോയി. ആര്? നമ്മുടെ ഈ കൃഷ്ണനുണ്ണി. വികർഷത മധ്യകേന, വികർഷത പിടിച്ച് വലിച്ചു. അപ്പോൾ പറയും, ഈ ഉണ്ണി, ഈ കൃഷ്ണനുണ്ണി ഈ ഉരലും വലിച്ചും കൊണ്ട് ഈ വൃക്ഷങ്ങളുടെ നടുക്കുകൂടി പോയപ്പോൾ ഉരൽ എങ്ങനെയായിരുന്നു? വിലങ്ങനെയായിരുന്നു. അങ്ങനെ വിലങ്ങനെ വന്ന് ഈ 2 മരങ്ങളുടെ ഇടയിൽ വന്ന് അങ്ങനെ തങ്ങി നിന്ന സമയത്ത് വികർഷത, ഈ കൃഷ്ണനുണ്ണി എന്ത് ചെയ്തു? അപ്പുറത്തെ വൃക്ഷങ്ങളുടെ അപ്പുറത്തെ വശത്ത് നിന്നിരുന്ന കൃഷ്ണനുണ്ണി ഇപ്പുറത്തെ വശത്ത് വിലങ്ങനെ തങ്ങി നിന്നിരുന്ന ഉരലിനെ തൻ്റെ ആ കയറുകൊണ്ട്, തൻ്റെ വയറ്റത്ത് കെട്ടിയിരുന്ന ആ കയറും കൊണ്ട് ആഞ്ഞൊന്നു വലിച്ചു. മധ്യകേന, മധ്യകേന എന്ന് പറഞ്ഞാൽ ഈ വൃക്ഷങ്ങളുടെ 2ൻ്റെയും നടുവിൽ ഇപ്പോൾ പ്രവേശിച്ചു കഴിഞ്ഞു ഈ ഉണ്ണി. അപ്പോൾ ഈ നടുവിൽ കൂടി അപ്പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ ഉരൽ പുറകെ വരുന്നില്ല. ഉരലിങ്ങനെ വിലങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് പിടിച്ചൊന്ന് വലിച്ചു. അപ്പോൾ പുരുഷാവപ്യചക്ഷ്മഹി, പുരുഷവും അപി അചക്ഷ്മഹി, ഇങ്ങനെ 3 വാക്കുകൾ വരുന്നുണ്ട് അവിടെ. പുരുഷവും എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നമുക്കറിയാം ഔ വരുന്നതുകൊണ്ട് 2 എന്നുള്ളത് വ്യക്തമായിട്ട് പറയുകയാണ്. അപ്പോൾ 2 പുരുഷന്മാർ, 2 പുരുഷരൂപം പൂണ്ടവർ. പുരുഷവും അപി, 2 പുരുഷന്മാരെ അവിടെ ഞങ്ങൾ അചക്ഷ്മഹി കണ്ടു. അപ്പോൾ പറയും, ഈ ഉണ്ണി ഇങ്ങനെ വന്ന് ഉരൽ പിടിച്ച് വലിച്ചപ്പം വൃക്ഷങ്ങൾ 2ഉം താഴെ വീണു. ഞങ്ങൾ കണ്ടതാണ്. അന്നേരം ആ വൃക്ഷങ്ങളിൽ നിന്നുമാണ് 2 പുരുഷന്മാർ പുറത്തു വന്നു. പുരുഷരൂപം പൂണ്ട 2 പേര്. അപ്പോൾ ഈ ബാലന്മാർ തങ്ങളുടെ കണ്ണിൽ കണ്ടത് എന്താണോ അത് അവർ ഈ ഗോപന്മാരോട് വിവരിച്ചു പറയുകയാണ്. ഇപ്പോൾ സംഭ്രമിച്ച് നിന്നിരുന്ന ആ ഗോപന്മാരോട് ഗോപബാലന്മാർ തങ്ങൾ കണ്ട ആ കാഴ്ചയെ വർണ്ണിക്കുമ്പോൾ നമുക്കറിയാം, കൊച്ചുകുട്ടികൾ എന്താണോ കണ്ടത് അവരതാണ് പറയുക. നമ്മൾ മറ്റേ ശകടാസുരൻ്റെ വധത്തിൻ്റെ സമയത്തും കുട്ടികൾ പറയുന്നുണ്ട്, ഇവൻ്റെ ആ പെരുവിരൽ കൊണ്ടൊന്ന് തൊട്ടു, അന്നേരം അങ്ങ് പൊടിഞ്ഞുപോയി വണ്ടി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ കുട്ടികളുടെ വാക്കിനെ പൊതുവേ മുതിർന്നവർ വിലക്കെടുക്കാറില്ല. കൊച്ചുകുട്ടികൾ എന്തൊക്കെയോ പറയുന്നു എന്നേ കരുതാറുള്ളൂ. ഇവിടെ എന്നിരുന്നാലും സംഭ്രമിച്ച് നിന്നിരുന്ന ആ ഗോപന്മാരുടെ അടുത്തേക്ക്, കുട്ടികളുടെ സ്വഭാവമാണ് അവരെന്ത് കണ്ടോ അത് പറയുക എന്നുള്ളത്, അല്ലേ? കൊച്ചു കുട്ടികൾ അങ്ങനെയാണ്. ഇവിടെയും ആ കൊച്ചു ഗോപബാലന്മാർ വന്നിട്ട് തങ്ങൾ കണ്ടത് ഇതാണ് എന്ന് ആ ഗോപന്മാരോട് വന്ന് പറയുകയാണ്. നമുക്കിനി ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ബാലാഊചുരനേനേതി തിര്യഗതമുലൂഖലം വികർഷതാമധ്യകേന പുരുഷാവപ്യചക്ഷ്മഹീം. ഇവിടെ ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഊചുഹു അനേനേതി, അനേന ഇതി. അപ്പോൾ ഊചുരനേനേതി, രായ്ക്ക് ആകാരം കൊടുത്ത് വായിക്കുക. അടുത്തത് തിര്യഗതമുലൂഖലം, തിര്യഗതം ഉലൂഖലമാണ്. അവിടെ ഉകാരം ശ്രദ്ധിക്കുക. നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ വികർഷത, അവിടെ രകാരം കൊടുത്ത് വായിക്കുക ഇർ എന്ന അക്ഷരത്തിന്. പിന്നെ പുരുഷാവപ്യചക്ഷ്മഹി, പുരുഷൗ അപി അചക്ഷ്മഹിയാണ്. അതുകൊണ്ട് തന്നെ പ്യ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കുക. ഇനി അടുത്തത് 5ാമത്തെ ശ്ലോകമാണ്.
ന തേ തദുക്തം ജഗൃഹുർന ഘടേതേതി തസ്യ തത് ബാലസ്യോത്പാടനം തർവോ കേചിത് സന്ദിഗ്ധചേതസഃ. അപ്പോൾ കുട്ടികൾ ആ ഗോപബാലന്മാർ ഇങ്ങനെയൊക്കെ വന്ന് ഗോപന്മാരോട് പറഞ്ഞു. അപ്പോൾ അവർക്കെന്താ തോന്നിയത്? നതേ തദുക്തം ജഗൃഹുർ. ന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇല്ല എന്നുള്ളത്. തേ അവർ ആ ഗോപന്മാർ തദുക്തം, തത് ഉക്തമാണ്, തദുക്തം അതായത് ആ ഗോപബാലന്മാർ വന്ന് പറഞ്ഞ ഈ കഥകളൊക്കെ ജഗൃഹുർ ന ഘടേതേതി തസ്യ തത്. ജഗൃഹുന്ന എന്ന് പറയുമ്പോൾ ജഗൃഹു ന ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ്. അപ്പോൾ ന തേ തദുക്തം ജഗൃഹു. അവർ വന്ന് പറഞ്ഞ ഈ ഗോപബാലന്മാർ വന്ന് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെയും അവർ കണ്ടു എന്ന് പറഞ്ഞ ഈ കഥകളൊക്കെയും ന ജഗൃഹു അവർ ചെവിക്കൊണ്ടില്ല. ഈ ഗോപന്മാരൊന്നും അത് ചെവിക്കൊണ്ടില്ല. ന ഘടേതേതി തസ്യ തത്. ന ഘടേത്, ഘടേത് ഇതിയാണ്, ഘടേതേതി ന ഘടേത്. ഇത് ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല. ഈ ഗോപബാലന്മാർ പറയുന്ന പോലെ ഉണ്ണി ഇങ്ങനെ ഉരലും മരിച്ചുകൊണ്ട് വന്ന് ഈ രണ്ട് മരങ്ങൾ ഉരുട്ടിയിടുകയെ അതും കടപുഴക്കി വേരോടെ പിഴുതെറിയുകയെ ഇതൊന്നും സംഭവിക്കുന്ന കാര്യമല്ല എന്ന് ഇതി എന്ന് തസ്യ തത്. തസ്യ എന്ന് പറഞ്ഞാൽ അവൻ, അതായത് ഈ ചെറിയ കുട്ടിയായിട്ടുള്ള ഈ കൃഷ്ണന് ഇങ്ങനെയൊന്നും ചെയ്യില്ല. തത എന്ന് പറഞ്ഞാൽ ഈ ഗോപപാലന്മാർ പറഞ്ഞതുപോലെ കടപുഴക്കി വൃക്ഷങ്ങളെ ഒന്നും എറിയാനൊന്നും അവന് അതിനുള്ള ശക്തിയൊന്നുമില്ല. അവൻ ചെറിയ കുട്ടിയല്ലേ, ചെറിയ ഉണ്ണിയല്ലേ. അതുകൊണ്ട് ഈ ഗോപപാലന്മാർ പറയുന്ന ഒന്നും ചിലർ ചെവിക്കൊണ്ടതേയില്ല. അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല. ഇങ്ങനെ എങ്ങനെയാണ് സംഭവിക്കുക എന്നാണ് അവർ ചിന്തിച്ചത്. ബാലസ്യോൽപാടനം തർവോ, ബാലസ്യ ഉത്പാടനം ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ബാലസ്യോൽപാടനം. ബാലസ്യ എന്ന് പറഞ്ഞാൽ ഈ ബാലൻ, അതായത് ഈ ചെറിയ കുട്ടിയായിട്ടുള്ള ഈ കൃഷ്ണനുണ്ണി ഉത്പാടനം അങ്ങനെ ഈ വൃക്ഷങ്ങളെ വീഴ്ത്തിയത്. തർവോഹോ, തരു എന്ന് പറഞ്ഞാൽ വൃക്ഷം, തർവോഹോ ഇവിടെ ആ രണ്ട് വൃക്ഷങ്ങളെ ഇങ്ങനെ വീഴ്ത്തിയത്. കേചിത് സന്ദിഗ്ധചേതസഃ, കേചിത് എന്നാൽ ചിലരൊക്കെ സന്ദിഗ്ധചേതസഃ ഒരു സംശയാസ്പദമായ മനസ്സോടുകൂടിയാണ് നിന്നത്. ഇവിടെ ഗോപബാലന്മാർ വന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലാണ് അവിടെ നിന്ന ആ ഗോപന്മാരൊക്കെ ചിന്തിച്ചത്. ചിലരെന്താ പറഞ്ഞേ, ഈ കുട്ടികൾ വന്ന് പറയുന്ന ഒന്നും ശരിയല്ല, കുട്ടികൾക്ക് വെറുതെ തോന്നിയതാ. ഈ ചെറിയ കുട്ടിയായിട്ടുള്ള കൃഷ്ണനുണ്ണി എങ്ങനെയാ ഇങ്ങനെ ഉരലും വലിച്ചുകൊണ്ട് വന്നിട്ട് ഈ രണ്ട് വൻ മരങ്ങളെ കടപുഴക്കി എറിയുന്നത്? അതൊരിക്കലും സാധ്യമല്ല എന്ന് ചിലർ തീർത്തും വിശ്വസിച്ചു. എന്നാൽ ചിലർ അതിനെ ഒരു സംശയകരമായ മനസ്സോടു കൂടിയാണ് അതിനെ നോക്കിക്കണ്ടത്. ഇങ്ങനെ സംഭവിക്കാൻ ഇടയില്ലാത്തതാണെന്നറിയാം. ഈ ഉണ്ണി വിചാരിച്ചാൽ, ഈ ചെറിയ ഉണ്ണി വിചാരിച്ചാൽ ഇത്രയും രണ്ട് വൻമരങ്ങളെ ഒന്നും വീഴ്ത്താൻ കഴിയില്ല. പക്ഷേ ഇത് സംഭവിച്ചിരിക്കുന്നു, പ്രത്യക്ഷത്തിൽ കാണുകയും ചെയ്യുന്നു. ഈ ഉണ്ണികൾ കണ്ടു എന്നും പറയുന്നു ഈ ഗോപബാലന്മാർ. അപ്പോൾ അതിനെ തീർത്തും അങ്ങോട്ട് അവിശ്വസിക്കാനും വയ്യ. കാരണം ഇതിനു മുൻപ് അവർ ഈ ഉണ്ണിയുടെ പൂർവ്വചരിത്രമൊക്കെ നോക്കിയാൽ, അല്ലെങ്കിൽ ഗതകാല സ്മരണകളിലേക്കൊന്ന് ഊളിയിട്ടിറങ്ങിയാൽ അവർക്കറിയാം പൂതനയെ കൊന്നതും അതേപോലെ ശകടാസുരനെ വധിച്ചതും തൃണാവർത്തനെ വധിച്ചതും ഒക്കെ നോക്കിയാൽ അതും അവിശ്വസനീയമായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇതും അവിശ്വസനീയമാണ്, പക്ഷേ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഈ പ്രകാരം ഈ ഗോപബാലന്മാർ വന്ന് പറഞ്ഞുവെങ്കിലും രണ്ട് തരത്തിലാണ് ഈ ഗോപന്മാർ, നന്ദാദി ഗോപന്മാർ ഈ ഗോപബാലന്മാർ വന്ന് കണ്ടു എന്ന് പറഞ്ഞ കാര്യത്തെ തന്നെ വിലയിരുത്തിയത്. അതിന് ചിലർക്ക് അവരുടെ യുക്തിക്ക് നിരക്കുന്ന വിധത്തിൽ ചിന്തിച്ചു, ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് ചിലർ ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ ചിലരാകട്ടെ അവരുടെ ഗതകാല അനുഭവങ്ങളിൽ നിന്നും വിലയിരുത്തുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്, പക്ഷേ അതിനെ പൂർണ്ണമായിട്ട് തള്ളിക്കളയാനും വയ്യ, എന്നാൽ ഇതൊട്ട് വിശ്വസിക്കാനും ആവുന്നില്ല എന്ന രീതിയിൽ നിന്നു. പൊതുവേ നടക്കുന്ന കാര്യങ്ങളുടെയൊക്കെ കാര്യകാരണങ്ങളൊക്കെ പരീക്ഷിച്ച് നോക്കുന്നവർക്ക് പലപ്പോഴും ഇതുപോലെയുള്ള ഭഗവാന്റെ മാഹാത്മ്യത്തെ മനസ്സിലാക്കുക,
ബുദ്ധിമുട്ടാണ്. അത് അനുമാനിക്കാൻ കഴിഞ്ഞാൽ തന്നെ അത് പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയില്ല. എന്നാൽ തങ്ങളുടെ തന്നെ സ്വാനുഭവങ്ങൾ വെച്ച് നോക്കി അതിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഓരോ സംഭവത്തെയും വിലയിരുത്തിയാൽ ഇത് ഈശ്വരന് കഴിയാത്തതല്ല ഒന്നും. അപ്പോൾ എല്ലാം അവിടുത്തെ ഒരു മായയാണ്, ലീലയാണ് എന്നും ഉറപ്പിക്കുവാൻ, മനസ്സിലാക്കുവാൻ കഴിയും എന്നുള്ളതും കൂടി ഈ ഒരു ശ്ലോകം നമുക്ക് പറഞ്ഞു തരുന്നു. ഇനി നമുക്ക് 5-ാമത്തെ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ന തേ തദുക്തം ജഗൃഹുർന ഘടേതേതി തസ്യ തത് വികർഷ് ബാലസ്യോൽപാടനം തർവോ കേചിത് സന്ദിഗ്ധചേതസഃ. ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നതേ തദുക്തം, തത് ഉക്തമാണ്, ഉകാരം ശ്രദ്ധിക്കുക. അതുപോലെ ജഗൃഹുർന, ഘടേതേതി, അതൊക്കെ ശ്രദ്ധിക്കുക, ഘടേത് ഇതിയാണ്. അതുപോലെ ബാലസ്യോൽപാടനം, ബാലസ്യ ഉത്പാടനമാണ്. പിന്നെ അടുത്ത തർവോഹോ, അവിടെയും ഇർ എന്നുള്ളത് രകാരത്തിൽ വായിക്കുക, ഉകാരം നീട്ടിയെടുക്കണം. വിസർഗമുണ്ട്, പകുതി ഹകാരത്തിലും വായിക്കേണ്ടതാണ്. അതുപോലെ തന്നെയാണ് സന്ദിഗ്ധ ചേതസ, അവിടെയും വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ഇനി അടുത്തത് 6-ാമത്തെ ശ്ലോകമാണ്. ഉലൂഖലം വികർഷന്തം ദാംനാബദ്ധം സ്വമാത്മജം വിലോക്യ നന്ദഃ പ്രഹസദ്വദനോ വിമുമോചഃ. ഇനിയും ഈ ഒരു ശ്ലോകത്തിൽ ഇപ്പോൾ ഇവിടെ 2 തരത്തിൽ ചിന്തിക്കുന്ന ഗോപന്മാരെ കുറിച്ചാണ് തൊട്ട് മുൻപുള്ള ശ്ലോകം പറഞ്ഞതെങ്കിൽ, ഇങ്ങനെ ഈ ഗോപന്മാരൊക്കെയും താങ്കളുടെ യുക്തിക്കനുസരിച്ചും താങ്കളുടെ ചിന്താശക്തിക്കനുസരിച്ചും ആ കാര്യത്തെ വിലയിരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നന്ദഗോപർ എന്താണ് ചെയ്തത് എന്ന് പറയുകയാണ്. ഉലൂഖലം വികർഷന്തം, ഉലൂഖലം, ആ ഉരലിനെ വികർഷന്തം, വലിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. അതായത് ഉരല് വലിച്ചുകൊണ്ട് വന്ന പാടുണ്ട് മണ്ണിൽ. പക്ഷേ ഇത് തൻ്റെ ഉണ്ണി എങ്ങനെ വലിച്ചുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ നന്ദഗോപർക്ക് അറിയില്ല. അങ്ങനെ ഉരലിനെ വലിച്ചുകൊണ്ട് വന്നിരിക്കുന്നതും, അതുപോലെ ദാംനാബദ്ധം സ്വമാത്മജം, ദാംന കയറിനാൽ, ദാമത്താൽ, ബദ്ധം ബന്ധിതനായിരിക്കുന്നതുമായിട്ടുള്ള സ്വമാത്മജം, സ്വം ആത്മജം, തൻ്റെ പുത്രനെ. അപ്പോൾ തൻ്റെ പുത്രൻ എങ്ങനെ ഇപ്പോൾ ഉരലിനാൽ വയറ്റിൽ ദാമം കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. അതുപോലെ ഉരല് വലിച്ചുകൊണ്ട് വന്നിരിക്കുന്ന പോലത്തെ പാടുമുണ്ട്. അപ്പോൾ ഉരല് വലിച്ചുകൊണ്ടും വന്നിരിക്കുന്നതായിട്ടുള്ള തൻ്റെ പുത്രനെ വിലോക്യ, കണ്ടിട്ട്, നന്ദഗോപര് പ്രഹസദ്വദനോ, പ്രഹസത് വദനഃ, വളരെ പുഞ്ചിരിച്ചുകൊണ്ട് ഉള്ള വദനം, മുഖത്തോടു കൂടി, അതായത് ഒരു ചെറു പുഞ്ചിരിയോടുകൂടി, വിമുമോചഃ, വിമുമോച എന്ന് പറഞ്ഞാൽ ആ ബന്ധനം അഴിച്ചുവിട്ടു, കയറ് വയറ്റത്ത് നിന്നും അഴിച്ചു. എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ആശ്ചര്യം എന്നതുകൊണ്ടാണ്. ഇവിടെ ഇത്രയും നേരവും ഒരു മായാലോകത്ത് പെട്ടതുപോലെ താൻ കണ്ടതിനെ ഒരു സംഭ്രമത്തോടെ നോക്കിക്കണ്ടിരുന്ന നന്ദഗോപർക്ക് പെട്ടെന്നാണ് തൻ്റെ ഉണ്ണി ഇവിടെ ദാമത്താൽ ബന്ധിതനാണ്, ഉരല് വലിച്ചുകൊണ്ട് വന്നിരിക്കുന്ന, ഉണ്ണി വല്ലാതെ തളർന്നിട്ടുണ്ടാവും, ചെറിയ ഉണ്ണിയാണ് എന്നുള്ള ഒരു വിചാരം ഉണ്ടാകുന്നതും, മറ്റുള്ളവർ അവരവരുടെ രീതിയിൽ ആ കാര്യത്തെ വിലയിരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നന്ദഗോപർ ഓടി വന്ന്, എങ്ങനെയാ തൻ്റെ ഉണ്ണിയെ വഴക്ക് പറഞ്ഞില്ല, ഉണ്ണി ഇത് വലിച്ചുകൊണ്ട് വന്നതിന് പകരം ഒരു ചെറു പുഞ്ചിരിയോടുകൂടി ആ ഉണ്ണിയുടെ വയറ്റത്ത് കെട്ടിയിരുന്ന കയറിനെ അഴിച്ചുവിട്ടു. അത്യാശ്ചര്യകരം തന്നെയാണ് നന്ദഗോപരുടെ കാര്യം. അതായത് നന്ദഗോപർക്ക് സംഭ്രമമുണ്ട്, ആശ്ചര്യമുണ്ട്, ഒക്കെ ഉണ്ടായിട്ടും ആ ഉണ്ണിയുടെ മുഖത്ത് നോക്കുമ്പോൾ ഈ നന്ദഗോപരുടെ മുഖത്ത് പുഞ്ചിരി അല്ലാതെ ഒന്നുമില്ല. പെട്ടെന്ന് ആ ഉണ്ണിയുടെ ക്ഷീണം, ഉണ്ണി തളർന്നിട്ടുണ്ടാവുമല്ലോ, ഇത്രയൊക്കെ ഇങ്ങനെ ഉരലും വലിച്ചുകൊണ്ട് എങ്ങനെ വന്നു എന്നൊക്കെയുള്ള ചിന്ത വന്നപ്പോൾ ആ പുത്രവാത്സല്യത്താൽ പിതാവ് ഓടി വന്ന ആ ഉണ്ണിയെ ബന്ധനത്തിൽ നിന്നും അഴിച്ചുവിടുന്നു. ഇവിടെ ആശ്ചര്യം എന്ന് പറയുമ്പോൾ മറ്റൊരു തരത്തിലും നമുക്കതിനെ നോക്കിക്കാണാവുന്നതാണ്. ഈ സകല ചരാചരങ്ങളെയും ഈ സംസാര ബന്ധത്തിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട് മുക്തി നൽകുന്ന ആ ഭഗവാനെ ഇപ്പോൾ ബന്ധനത്തിൽ നിന്നും, വെറുമൊരു കയറിൻ്റെ ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിന് ഉള്ള ഭാഗ്യം സിദ്ധിച്ചത് പിതാവായ നന്ദഗോപർക്കാണ്. എല്ലാവരെയും ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കുന്ന ഭഗവാൻ സ്വയം ബന്ധിതനായപ്പോൾ ആ ബന്ധനത്തെ സ്വയം അറുത്തു മാറ്റുന്നതിനു പകരം അതിനുള്ള മഹാഭാഗ്യം
തൻ്റെ പിതാവായ നന്ദഗോപർക്കാണ് കൊടുത്തത്. അങ്ങനെ നോക്കുമ്പോഴും നന്ദഗോപരെ അങ്ങ് മഹാസുകൃതിയാണ്, അത്യാശ്ചര്യകരം തന്നെയാണ്. ജന്മം കൊണ്ടല്ലെങ്കിൽ പോലും കർമ്മം കൊണ്ട് പിതൃത്വം ഏറ്റെടുത്ത് ആ വാത്സല്യനിധിയായിട്ടുള്ള പിതാവ് ഉണ്ണിയെ വാത്സല്യം കൊണ്ട് പൊതിയുന്ന കാഴ്ച അത്യാശ്ചര്യകരം തന്നെയാണ്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഉലൂഖലം വികർഷന്തം ദാംനാബദ്ധം സ്വമാത്മജം വിലോക്യ നന്ദ പ്രഹസദ്വദനോ വിമുമോചഃ. ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. വികർഷന്തം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇർ എന്നുള്ളതിന് രകാരം കൊടുക്കുക. അതുപോലെ സ്വമാത്മജം, സ്വം ആത്മജമാണ്. നന്ദ അവിടെ വിസർഗമുണ്ട്, അത് ശ്രദ്ധിക്കുക. അതുപോലെ പ്രഹസദ്വദനോ, പ്രഹസദ് വദന ആണ്, അതുകൊണ്ട് ദ്വ എന്നുള്ളത് പദം പിരിക്കേണ്ട, പ്രഹസദ്വദനോ അത് ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള വളരെ സുന്ദരമായ ഒരു ശ്ലോകമായിരുന്നു അത്. ഇനി നമുക്ക് 7ാമത്തെ ശ്ലോകം നോക്കാം. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.